ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാദിസ് റൈസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? ഞങ്ങൾ കുറേ ദിവസത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും സുഖമില്ലാണ്ടൊക്കെ സൈഡായി പോയി. അപ്പം അങ്ങനെയൊക്കെയാണ്. എന്താണ് സുഖമില്ലാതെ എല്ലാവർക്കും ചിക്കൻ ബോക്സ് ഒക്കെ ആയിരുന്നു ഗൈസ്. ഇതാ എനിക്ക് ചിക്കൻ ബോക്സ് ആണ്, എൻ്റെ ഫേസിലൊക്കെ കണ്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കഥകളൊക്കെ. പിന്നെ ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഒരു എന്താ പറയുക പ്രാങ്ക് വീഡിയോ ചെയ്യണം വിചാരിക്കും. ഞങ്ങളെ ചാനലിൽ ഇതുവരെ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്തില്ല. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാങ്ക് ഞാൻ വെക്ക് കൊടുക്കണം എന്നൊക്കെയും വിചാരിച്ചത്. അപ്പോൾ ഇത് ട്രയലാണ് ഗൈസ്. ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് നമ്മളെ റിലുമോക്കാണ്. ഓക്ക് ജീവനാണ് കേട്ടോ ഇതാക്കുന്ന. ഈ പോക്കൂന്ന് പറഞ്ഞാൽ ഊണിലും ഉറക്കത്തിലും പോക്കൂന്ന് പറയല്ലേ, അങ്ങനെയാണ് ഓക്ക്. എന്താ പറയുക, ഊണിലും ഉറക്കിലും ഓക്ക് ഈനമാണോ, കിടക്കുമ്പോഴും ഇത്, തിന്നുമ്പോഴും ഇത്, ഇരിക്കുമ്പോഴും ഇത്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഓക്കൊരു പ്രാങ്ക് കൊടുക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അല്ലേ. റിതുമോനും റിലുമോളും കൂടെ മദ്രസ പോയതാണ്. അപ്പോൾ മദ്രസ പോയതാണ്. പോക്കൂനെ ഒളിപ്പിച്ചു വെക്കാൻ പോവാണ്. എന്നിട്ട് എന്താണ് അവരെ റിയാക്ഷൻ നമുക്ക് കാണാം. ചിലപ്പം പാളിപ്പോവും, ചിലപ്പോൾ ഓള് കണ്ടുപിടിക്കും. എന്തായാലും ഓളെ അവസ്ഥ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചേക്കവനാ? നമുക്ക് നദീർത്താത്തിൻ്റെ കൊണ്ടുപോയേക്കാം. അതോ അത്ര ദൂരം നമ്മളെ പുരയിൽ അത്തയുടെ വെച്ചാൽ അത് ഒച്ചുണ്ടാക്കൂലേ? ഇതൊച്ചുണ്ടാക്കൊന്നുമില്ല. ഇവൻ്റെ സൗണ്ട് പുറത്തേക്ക്. അപ്പം എന്നാൽ ഞങ്ങൾ തറവാട്ടിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഓള് വെജയും തന്നെ ഓള് പൂച്ചനാണ് ചോദിക്കുക. അപ്പോൾ ഏടെ പോയി നോക്കോള്. എന്നിട്ട് അതിൻ്റെ മടിയിലൊക്കെ വെച്ച് കൊഞ്ചിച്ചിട്ടൊക്കെയാണ് അവൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൽ. പിന്നെ കാണാണ്ടിരുന്നുള്ള അവസ്ഥ പഠിച്ച റബ്ബിനറിയാം. അപ്പം നമുക്ക് എന്തായാലും നല്ലൊരു അടിപൊളി പ്രാങ്ക് കൊടുക്കുക. ഓളെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. പിന്നെ ആണെങ്കിൽ ഞാൻ എപ്പോഴും ക്യാമറ കൈ പിടിച്ച് നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ഇങ്ങനെ എപ്പോഴും ഫോൺ ഉണ്ടാവും. അപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കി എൻ്റെ കൈ പിടിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അവൾ അങ്ങനെ വിചാരിച്ചോളൂ. നമുക്ക് കാണാത്ത രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ളൊരു വിവരമൊന്നും അതിനകത്ത് ആയില്ലല്ലോ, ചെറിയ മോളല്ലേ. അപ്പം ഇങ്ങനെ ക്യാമറ ഓണാക്കി വെക്കുമ്പോൾ അത്ര ശ്രദ്ധിക്കുന്നില്ല. എന്തായാലും എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടാവും, നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഗൈസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള നോക്കോളൂ. മദ്രസ വിട്ട് വരാൻ ഏകദേശമൊക്കെ ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മളിതാ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. പോക്കു കട്ടൊക്കെ ഉണ്ടാവില്ലേ പോക്കു? അപ്പം എന്നാൽ ബാക്കി വീഡിയോസ് നമുക്ക് കാണാം ഗൈസ്. ഇവിടെ സൗണ്ട് ഉണ്ടാക്കാതെ നിൽക്കണം കേട്ടോ. സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടി എന്നോട് കിട്ടും. ഓക്കെ അല്ലേ? പണി പാളോ മോളെ? ഓക്കെയാണ് കേട്ടോ. അല്ല മോളെ പണി ഞാൻ ചോദിക്കട്ടെ, ഇതിങ്ങനെ മ്യാവ് ചൊല്ലുവോ ഓള് പോക്കുവോന്ന് വിളിക്കുമ്പോ? ഓളിപ്പോ ഇവിടെ വന്ന് വിളിക്കോ? പറയാൻ മതി. ഓൾ ഇവിടെ തപ്പൂ. എന്താക്കണം? എതിർത്താൻ്റെ അവിടെ കൊണ്ടുവെക്കണോ? ഞാൻ പറയുന്ന ആടെ കൊണ്ടുപോയേക്കുന്നേക്ക് നന്നാവുക. കാരണം ചിലപ്പോൾ അത് പോക്കുവോന്നല്ലേ മറ്റേ ആ സാധനം കൊണ്ട് കിളിക്കാൽ പോക്ക് ചിലപ്പോൾ മണ്ടി ഓളടുത്തൊക്കെ വരും. വരുമോ അല്ല ഈ മിണ്ടാതെ നിൽക്കുമോ? പറയ്, മിണ്ടാതെ നിൽക്കുമോ? അത് ചിലപ്പോൾ മിണ്ടാതെ നിൽക്കുക. നോക്കുക നമ്മൾ പണി പാളരുതേ. ഞങ്ങൾ ഓക്കെയാണ്. ഓക്കെ അല്ലേ? അവിടെ കൊണ്ടുപോയി അടിനോട് കിട്ടും കേട്ടോ. വേഗം കൊണ്ടുപോയി വെക്ക്. അതിനൊന്ന് ഇപ്പം വരുവോള്. അപ്പോൾ കൊണ്ടുപോയി വെക്കാം. ഏടാ വെക്കുന്നത്? ഏത് റൂമിൽ വെക്കണം? എൻ്റെ റൂമിൽ വെക്കണം. എൻ്റെ റൂമിൽ വെച്ച് എൻ്റെ റൂമിലേക്കുള്ള അങ്ങനെ അടുക്ക് കയറൂല. ഇവിടെ കടുക്കയല്ലേ? ഇത് ഇവിടെ കടുക്കും തോന്നില്ല. റീല് വരുന്ന ടൈമായില്ലേ? അപ്പോൾ കണ്ടോ ഒക്കെ അയക്കോ. എവിടോ കടുക്കുക നോക്കുക നമ്മള്. ഇവിടെ നിർത്തി നമ്മൾ പോവാ. ഈ ഡോറങ്ങ് അടിച്ചിട്ടാ പോരെ? അപ്പിട്ടൊക്കെയൊന്നുമില്ലല്ലോ. അപ്പിയൊന്നും ഇടൂല. പോക്കു ഇവിടെ നിക്കണം കേട്ടോ. മ്യാവ് ഒന്നും ചെല്ലരുത്. നവാപൂര്. അപ്പോൾ പണി പാളുമോന്ന് ഡൗട്ട്. കാരണം ഭയങ്കര കരച്ചിലായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് നേരം അതിനെ കാണാണ്ടിരുന്നാൽ അവൾക്ക് സങ്കടമാണ്. നോക്കാം നമുക്ക് എന്താവും എന്ന്. ആദ്യത്തെ പ്രാങ്കാണ് അത്. എന്താവും നോക്കാം നമുക്ക്. ആദ്യ കരിയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അതല്ല എന്നോട് ഞാൻ പറഞ്ഞത്, മിക്കവാറും സീനാവുന്ന ഒരു പ്രാങ്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചെയ്യണ്ടേ.
പക്ഷെ കരയുന്നുണ്ട്. കുറച്ചു നേരം കരഞ്ഞ് നിർത്തിയേക്കൂ. അത് നിർത്തൂല. അത് പിന്നെ ഒന്നാമത് ഡോർ അടിച്ചിടുകയും ചെയ്തില്ലേ. ഇനി നദീർത്താനോടെ കൊണ്ടുപോയി ഓൾ ആ കരച്ചിൽ കേട്ട് എന്തായാലും ഓള് മനസ്സിലാവൂക്ക്. ഈ റോഡുമ്മ കൂടെ ആയിരിക്കും ഓള് വരികയാകുക ചെയ്യുക എന്തായാലും. ഞാൻ അതിനടുത്ത് നദീർത്താനോട് കൊണ്ടുപോയി വാ. അങ്ങനെ ചെയ്യാം. കാരണം ഇവിടുന്ന് കരച്ചിൽ നല്ലോണം കേൾക്കുന്നുണ്ട് ഗൈസ്. പുറത്തേക്ക് വായിലടിച്ചിട്ടതുമാണ്. പിന്നെ നമ്മളെ വീടിൻ്റെ ഉള്ളല്ലാത്ത ഇവിടുത്തെ വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ എപ്പോഴും ഒന്നും കയറില്ല പ്ലേയിലൊക്കെ. അപ്പോൾ അതിന് എത്ര ശീലമില്ലാത്തതും കൊണ്ട് നല്ല കരച്ചിലാണ്. ഇങ്ങനെയൊക്കെ കുത്തിരുന്ന് നോക്ക് ഡൗട്ട് തോന്നുമല്ലോ. ഒന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ തന്നെ അല്ലേ ഓള് വരുമ്പോൾ കുത്തിരിക്കൽ. എനിക്ക് തോന്നുന്നു വരുന്നുണ്ട്. അല്ല വണ്ടി വന്ന് ഒരാടെ ഇറങ്ങിക്കിട്ടോ അവിടെ എത്തട്ടെ. ഗൈസ് നോക്കട്ടോ. വലൈക്കുസ്സലാം. 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 വടിയൊക്കെ ആയിരുന്നു അടുത്ത്. ബേഗൊക്കെ ഊരി വെക്കൂ. എങ്ങനെ ഉണ്ടായിരുന്നു മദ്രസ്? അബു പഠിപ്പിച്ചോ? ഓലെ അബുവിനൊക്കെ പഠിപ്പിച്ചോലെ. വേറെ ഏതൊക്കെ പഠിപ്പിച്ചേ? ആണോ? എന്നാ ഉടുപ്പൊക്കെ ഊരിയൊക്കെ ചായ കുടിക്കാൻ കയ്യും കാലും ഇതൊക്കെ കേക്ക്. ഇങ്ങോട്ടാ ബാഗും കൊണ്ടാ. ഇപ്പം എന്തായാലും ചോദിക്കും പോക്കൂന. ഉറപ്പായിട്ടും ഇപ്പം ചോദിക്കും. കാരണം അവൾ മാറ്റി ഇങ്ങോട്ട് വന്നാൽ എന്തായാലും ചോദിക്കുന്നില്ല. ഉറപ്പാണ്. നമുക്ക് നോക്കാം ഗൈസ്. മാറ്റിയാണ് ഡ്രസ്സ് ഇടുന്നതാണ്. കോള് വന്നതേനു കേട്ടോ. ഇപ്പം നമ്മൾ നോക്കാം. മാറ്റാണ് ഗൈസ്. ഇപ്പം വരും. റിൽമോളെ ഇതോ ചായ അടിക്കാൻ വരി. കഴിഞ്ഞില്ലേ? പോക്ക് ഇവിടെ ഇടം ഉണ്ടാവും മോളെ. പോക്കൂനെ വിളിച്ചോക്ക്. വിളിച്ചോക്ക്. പോക്കും അവിടെ ഇടം ഉണ്ട്. ആ സിപ്പപ്പ് എടുത്ത് കൊണ്ടുപോയി കൊടുത്തോക്ക്. പോക്കൂല്ലേ? കാണുന്നില്ലേ? ഉമ്മച്ചി നേരം വെളുത്താരെ പോക്കും കണ്ടില്ല. നിങ്ങൾ മദ്രസ പോകുമ്പോ കണ്ടതാ. തീറ്റ കൊടുത്തിക്കുന്ന മോളെ. മുറ്റത്തെടാ നോക്കി നോക്ക്. ആടെ ഇടം ഉണ്ടാവും. പോക്കുനി പോയോ എടുക്കോ? വായിൽ ഓർന്നിടണല്ലേ ആ പോക്കു. പുറത്തിറങ്ങണല്ലേ സാധാരണ. ഇത് കുലിക്കാൻ വരുന്നാണല്ലോ പോക്കു. ഏടുണ്ടെങ്കിലും
പോക്ക് ഇവിടെ ഇടയില്ലേ എന്തോ പിടിച്ചോണ്ടോയോ? ഇനി ഒന്ന് പോയോക്കറ എന്താ പോക്കോട് പോയിന്ന്? നാടൻ പൂച്ച പിടിച്ചോണ്ടോവോ? ഞാൻ വണ്ടിയില്ല മോളെ. എന്താ ഞാൻ വായിലൊറന്നിട്ടില്ലല്ലോ. നിങ്ങൾ വരുമ്പല്ലേ വായിലൊറന്നേ? ഞാൻ വായിലൊറന്നിട്ടില്ല. ഇത് കുലിക്കാ വരണാണല്ലോ പോക്കു. എന്നാ പോക്കു അല്ല മോളെ, ആ പൂച്ചന്റെ സാധനം എന്താക്കി കുലിക്കുന്ന സാധനല്ലേ ഇനിയോ? മറ്റാ മണിയെ കോല് പൊട്ടിച്ച്. ആ അതിന്റെ കഴുത്തിലുള്ള മണീന്റെ കുൽക്ക അവിടെ ഉണ്ടെങ്കിലല്ലേ കഴുത്തിലെ മണി ഫുള്ള് ഇട്ടെടുത്തു. ഇനി ചത്തുപോയോ? ഇനിയിപ്പോ ചത്തുപോയോ? തീറ്റ ഞാൻ ഫുള്ള് ഇട്ടെടുത്തിട്ട് നച്ചിന് തീറ്റ കൊട്ടി. അത് തീർന്നത് മോളെ പിന്നെ മേത്തലിട്ട പോവോ? ആമിൻ്റെ അടുക്കട്ട പോവോ? ഓലൊക്കെ പോക്കിനെടുത്തുണ്ടോ അല്ല മോളെ? ഇനി കട്ടിലോട്ടിലൊക്കെ നോക്കി നോക്ക്. ഞാൻ അറിയൂല മോളെ, ഞാൻ ഇവിടെ പണിയില്ലേനു. അതാ റിച്ചുവിനോട് ചോദിച്ചോക്ക് കണ്ടീനു. ഉമ്മച്ചിക്ക് അറിയൂല മോളെ, ഉമ്മച്ചി കണ്ടില്ല. ഞാൻ എന്ത് ക്രൂരത ചെയ്ത്? വായില് ഞാൻ തുറന്നിട്ടില്ല. നിങ്ങൾ വരുമ്പോ വായില് തുറന്നേ ഇല്ല മോളെ. ഞാൻ വായിലടിച്ചിട്ടല്ലേ ഞാൻ അറിയൂല. ഇനി പെങ്ങളെയും തിരഞ്ഞ് മദ്രസയിൽ വണ്ടി പോയപ്പോ വണ്ടി വയ്യേക്ക് പോന്നോ? അവിടെ ഞാൻ എപ്പോഴും പറയുന്ന വായിലടിക്കാന്. ആ ചിരിക്കാമോ? എന്തേ ഞാനിപ്പോ എന്താക്കാനാദിയാ? ഞാൻ കണ്ടില്ല, ഞാൻ വായില് തുറന്നിട്ടില്ല. ഇനി നോക്കണ്ട റയാൻതാ, വായില് ഞാൻ തുറന്നിട്ടില്ല മക്കളെ. ഇങ്ങള് വരുമ്പാണ് വാതില് തുറന്നത്. അതുവരെ ഇവിടെ വായിലടിച്ചിട്ട് റിച്ചുകാക്കാണ് വായില് തുറന്നത്. ഇനി എന്നെ വായിൽ തുറന്ന്. ഞാൻ വായിൽ തുറന്നിട്ടില്ല. ഞാൻ വായിൽ തുറന്നില്ല. ഇനിയിപ്പോ പൂച്ച, നാടൻ പൂച്ച എങ്ങാൻ കടിച്ചു കൊണ്ടുപോയോ? കസാലമ്മ കയറി കുത്തിരിക്കാം പൂച്ചന്റെ മുകളില്. ഞാൻ എണ്ണീച്ച് ഇനി എന്താക്കണം? ഞാൻ ഇവിടെ എവിടെയും കണ്ടില്ല. ഞാൻ നോക്കിന് പോക്കൂന. ഞാൻ കണ്ടില്ല മക്കളെ. ഞാൻ എന്താക്കാനാ? നിങ്ങൾക്ക് ചായ തരട്ടെ? ഞാൻ അറിയൂല മക്കളെ. മോളെ ഞാൻ അറിയൂല. നിങ്ങൾക്ക് ചായ തരട്ടേന്? പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെ ചാടിക്കില്ലേ? പോക്കൂന് ഞാൻ തീറ്റ കൊടുത്തിക്കുന്നേ.
ആ എന്നെങ്കി മേത്തലൊക്കെ പോയി നോക്കി നോക്കി വാ. എന്തേത്താ പോയി നോക്കിയിട്ട് പോര് ആമിന്റെ ആടെയൊക്കെ ഉണ്ടോന്ന്. കട്ടിലടിയിലുണ്ടോ നോക്കി. കട്ടിലടിയിലൊക്കെ നോക്കി. ഇനി ആ പോക്ക് പോയാൽ നമുക്ക് വേറെ പോക്കൂനെ വാങ്ങാം. നമുക്ക് വേറെ പോക്കൂനെ വാങ്ങറില്ല മോളെ. അത് അമ്മാമ്മ ചോദിക്കണെങ്കി എന്തിനാ കരീനേന്ന്. അമ്മാമ്മ ചോദിക്കണതാ എന്തിനാ കരീനേന്ന്. ഉമ്മക്ക് എങ്ങനെ പോക്കൂനറിയാം മോളെ? പെരുന്നാക്ക് ഇതിനാ പൂച്ചന വാങ്ങുന്നോ? ഇനി എന്തേത്തറിയുന്നത് മോനെ പറയുന്നേ? പോക്ക് ചിലപ്പോ മോളെ വണ്ടിൻ്റെ ഉള്ളിൽ അങ്ങ് കുടുങ്ങിപ്പോയിണ്ടാവും. പോക്ക് ചിലപ്പോ നിങ്ങളെ മാണ്ടായിട്ട് പോയതായിരിക്കും അല്ലേ? എന്താ ഇതില് ഭയങ്കര വെറുപ്പിക്കലാ പോക്കൂന. എടുക്കുക മോളൊക്കെ എറിയ താഴോട്ട് അങ്ങനെയൊക്കെ ചെയ്ത് പോക്ക് പോയിണ്ടാവും. അതെന്താ അങ്ങനെ പോവാത്ത? അതിന് വെറുപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വെറും വെറുപ്പിക്കലല്ലേ. നീ രാവിലെ മദ്രസ പോകുമ്പോ കണ്ടീനോ? മദ്രസ പോകുമ്പോ ചെയ്യണ്ട. ഉമ്മക്ക് എങ്ങനെ അറിയാ? ഇനി എടുത്ത് വെച്ചിക്കണോ? ഞാൻ എടുത്ത് വെച്ചില്ല. ഞാൻ കാണുന്നെ കണ്ടിട്ടന്നെ. ഞാൻ എടുത്തേക്കാ. പൂച്ചനെ ഏടെടുത്തേക്കാനാ? മോളെ നമുക്ക് ഒരു പോക്ക് പോയാൽ അടുത്ത പോക്ക്. നിങ്ങൾ നോക്കായിട്ടല്ലേ പോയത്? നിങ്ങൾ അതിനെ വെറുപ്പിച്ചിണ്ടാ? മോനെ നിങ്ങൾ അതിനെ വെറുപ്പിച്ചിട്ട് പോയതായിരിക്കും. ഇങ്ങൊക്കെ വെറുപ്പിച്ചിണ്ടാവും. ഈ പൂച്ചന്റെ സിപ്പപ്പ് ഇങ്ങോട്ട് കൈമരാക്കണ്ട. അത് കൊണ്ടുപോയി ഫ്രിഡ്ജിലേക്ക്. ഇനി മോളെ നമുക്ക് വേറെ പോക്കൂനെ വാങ്ങാം. അല്ലാഹു അക്ബർ. ഞാൻ എന്ത് ചെയ്യാൻ ഞങ്ങളെ പോക്കൂനെ? ഞാൻ ഇവിടെ വായിലടിച്ച് ഇവിടെ ഉണ്ടായിന്. വായിലടിച്ച് അത് സത്യ. നീ ഫോണും തോണ്ടിയിരുന്നീണ്ടാ. കുണ്ട പറഞ്ഞേ കറക്റ്റാ. ഞാൻ എപ്പോഴാടാ ഫോണും തോണ്ടിയിരുന്ന്? കഴിക്കുമ്പോ ഫോണ്. അതെ, ഒരു വീതം 3 നേരം എന്ന് പറയുന്ന വിട്ടാലേ റിതുമോനെ. അതോ പറഞ്ഞു നിങ്ങൾ മദ്രസ ഇട്ട് വന്നാക്കി ഫോൺ കിട്ടലുണ്ടോ? അപ്പൊ നിങ്ങളെ കയ്യിലല്ലേ ഫോൺ ഉണ്ടാവല്? നിങ്ങൾ മദ്രസ പോണ ടൈമിലല്ലേ ഞാൻ നോക്കുള്ളൂ. പൂച്ചനെ ഞാൻ എന്താക്കാനാ? പൂച്ചന്റെ കഥ ആയിട്ട് ഒന്നാമതുണ്ടല്ലോ നിങ്ങളെ വെറുപ്പിക്കലോണ്ട് പോയതായിരിക്കും.
ഇല്ല, ഞാൻ എവിടെയും പോയില്ല, അവിടെ തന്നെ കുത്തിരുന്ന. ഇവിടെ ഞാൻ ചോറൊക്കെ വെക്കുക. അടുക്കളേക്ക് വന്നില്ല. പഠിച്ചോനെ ഒരിക്കലും നന്നാവില്ല. ഞാനെന്താ ചെയ്തതാണോ പൂച്ചനെ? ഞാൻ കൊന്നാലല്ലേ എനിക്ക് ഒരിക്കലും ശിക്ഷ ഉണ്ടാവുള്ളൂ. പോക്ക് പോയേന്. എന്താ മോളെ മോളെ ഒരു പോക്ക് പോയി അമ്മക്ക് അടുത്ത പോക്കുന് വാങ്ങട്ടോ. അമ്മക്ക് അടുത്ത പോക്കുന് വാങ്ങട്ടോ മോളെ. പോക്ക് നിങ്ങളെ മതിയായിട്ട് പോയതാ. അന്നെ ഇഷ്ടേനി പോക്കുന്? ഓക്ക് ചായ എടുക്കറിയാ. എന്താ ചായ കുടിച്ചില്ലല്ലോ? ചായ എന്താ ചായ ഇട്ട മോളെ? ഞാൻ ചായ എടുത്തിട്ട് വരട്ടോ. അടക്ക് പോക്ക് വന്നിട്ടാ നിങ്ങൾ ചായ കുടിക്കുള്ളൂ? സത്യം. എടാ വരി വരി. അല്ല അല്ല നല്ല എന്നാ റീതു എന്നാ ചായ കുടിക്ക്. റീതു ചായ കുടിക്ക്. റീതു എന്നറിയില്ല മോളെ ചായ കുടിക്ക്. ഒക്കെ രണ്ടാക്കിപ്പോ ഞാൻ തരാം. ഇവിടെ വന്ന് കണ്ട് രണ്ടാൾ ചായ കുടിക്ക്. ചായ കുടിക്ക്. ഇങ്ങോട്ട് വാ. അത് കേടായെന്നല്ല മോഹന്ത, അതിന്റെ മണം അങ്ങനെ തന്നെയല്ലേ. നിങ്ങൾ ഇന്നലൊക്കെ കൊടുത്ത തീറ്റാണല്ലോ. ഇന്ന് രാവിലെ നിങ്ങൾ കൊടുത്ത അതാണല്ലോ. ഓന്റെ കാര്യം വിറ്റ ഗൈസ്. ഓന് സംസാരിക്കാൻ കറക്റ്റ് അറിയൂല. ഡേറ്റ് ഓഫ് ബർത്ത് തീർന്നിണ്ടാവും. എക്സ്പിരി ഡേറ്റ് ആടാ, ഡേറ്റ് ഓഫ് ബർത്ത് അല്ല. ചായ കുടിക്കുക. എന്നിട്ട് നമുക്ക് തപ്പാൻ പോവാം. ചായ കുടിക്കുക. ഞങ്ങൾ തപ്പാൻ പോവാം. ബിസ്ക്കറ്റ് അത് കുടിക്കുക. ചായ നമുക്ക് വേറെ പോക്കൂനെ വാങ്ങാം. എൻ്റെ കഴിഞ്ഞല്ലോ അല്ലേ? കുടിക്കുക. ചായ കുടിക്കുക. ചായ കുടിക്കറില്ല മോളെ. എന്താ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത്? എന്താ റോഡുമ്മ കൂടെ എന്തോ പോകണ്ടോ? എന്നാ മോളെ ചായ കുടി. പോയിൻ്റെ കണ്ടമ്പൂച്ച കുടിച്ചോ? സ്കൂളോ മദ്രസോ? സ്കൂൾ ഏതാ മദ്രസ? ഓനറിയൂല ഗൈസ്. ആടുണ്ടോ? ആടൊന്നും ഇല്ല. ആട്ടൊന്ന് പോവാന് പൂച്ചക്ക് അറിയാം. ആട്ട് പോവാനൊക്കെ കണ്ടുപിടിക്കുവോ? അങ്ങോട്ട് പോയിക്കുന്നേ. നല്ല ടെൻഷനില്ല ഗൈസ്. കരഞ്ഞ് കണ്ണിന്നൊക്കെ വെള്ളം വന്നിക്ക് നല്ലോണം. സാരല്ല, അടുപ്പ് എടുത്ത് പോരട്ടെ. എന്തായാലും എൻ്റെ റൂമിൽ കയറുള്ളൂ ഡോർ അടിച്ചിട്ട് കണ്ടാൽ. എന്താക്കണോ? പോയി നോക്കണോ?
നിങ്ങൾ ക്യാമറയായിട്ട് പോയി നോക്കി ഇന്നെ കൊണ്ട് നടക്കാൻ വയ്യാന്ന്. ഗൈസ് ചിക്കൻ ബോക്സ് ആയതുകൊണ്ടാണ് കേട്ടോ പനിച്ചെടുക്കുക, അതുകൊണ്ടാണ് എന്നെ കൊണ്ടാവില്ല അറിയുന്നത്. ഞങ്ങളൊക്കെ സൈഡായി നിൽക്കുക. ഇനി പോയി നോക്ക്, ക്യാമറ ആയിട്ട് പോയി നോക്ക്. അല്ല എടുത്ത് കൈ കൊടുക്കണോ അല്ലെങ്കിൽ അതിനിപ്പോൾ പ്രാങ്ക് മതി. ഓക്കെ അങ്ങ് എടുത്ത് കൈ കൊടുത്താണ്. താക്കോലിട്ട് പൂട്ടിയതാ മേമൻ്റെ റൂം? എൻ്റെ ചാവി ഇട വെച്ച്. മേമൻ്റെ റൂം എന്തിനാ തുറക്കണേ? എന്തിനാ? അവിടെ അല്ലല്ലോ മേമൻ്റെ റൂം എന്തില്ല അവിടെ എത്താൻ? അത് താ എന്തിനാ അവിടെ തുറക്കുന്നത്? അവിടെ ഇതൊക്കെ ഉള്ളതാ. ഏകദേശം കിട്ടിയിരിക്കുന്നത് മേമൻ്റെ റൂം മാത്രം അവിടെ താക്കോലിട്ട് പൂട്ടിയിട്ട്. അപ്പോൾ അത് മാത്രം പൂട്ടിയിട്ടത് കൊണ്ട് അത് തുറന്നിട്ടേ ഓളെ അടുങ്ങുള്ളൂ. കൊണ്ടാ പോയി നോക്കട്ടെ. സോളെന്തായാലും വാതിൽ തുറന്ന് അതിനെടുക്കും. എന്തായാലും കുറേ നേരം നമ്മൾ മക്കളാണല്ലോ, കുറേ നേരം പ്രാങ്ക് കൊടുക്കാൻ പറ്റുമല്ലോ, മക്കളല്ലേ. അപ്പോൾ എന്തായാലും ഓൾ അതിനെ എടുത്ത് വരട്ടെ. കൊണ്ടുവന്നിട്ട് എന്തായിക്കുന്നില്ല നമുക്ക് അന്നേരം കാണാം. പാവം കരിഞ്ഞിട്ടോ. അക്ക് സന്തോഷായോ? പ്രാങ്ക് വീഡിയോ ആയിന് മോളെ. അപ്പൊ പ്രാങ്ക് ആയില്ലേ? ഇനി പ്രാങ്കില്ലേ? വണ്ടി കൊണ്ടുപോയിട്ടാള് കണ്ണു കുത്തും. കടങ്ങനെ കാക്കാ പോയിക്കാളൂ കേട്ടോ. ആ പ്രാങ്ക് 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 പ്രാങ്ക്. നോക്കട്ടെ കണ്ണൊക്കെ കരഞ്ഞ് ഗൈസ്, കണ്ണൊക്കെ തടിച്ചു വന്നിക്കണു. പൂച്ചനെ കാണാൻ ചാടിച്ചോളാൻ പറയും. അതിന് ചാടിച്ചോളി മതി. അത് തീറ്റാണെന്ന് മനസ്സിലായിക്കിന്. സന്തോഷായില്ലോ. കയ്യാക്കീനോ? എന്നാ ചാടിച്ചോ. എങ്ങനെയുണ്ട് പ്രാങ്ക്? പ്രാങ്ക് എങ്ങനെയുണ്ട്? അവിടെ റൂമെന്നോ? അപ്പൊ നമ്മളെ റൂം ഇട്ട് പൂട്ടി കണ്ട് കിടന്നുറങ്ങല്ലേ? ശ്വാസം മുട്ടി മരിക്കലുണ്ടോ? അപ്പൊ ഗൈസ് റിലുമോള് നല്ലോണം പ്രാങ്കായിട്ട് ഓള് കരിയൊക്കെ ചെയ്ത് പാവം ഓളെ പോക്കുവിനെ കാണില്ല എന്നൊരു നിമിഷത്തേക്കോളില്ലേ ഓള് വേജാറായി പോയി. അപ്പോൾ ഗൈസ് ഒട്ടും വയ്യ. അപ്പോൾ നമ്മൾ അടയ്ക്ക് അമ്മേമ്മ പറയട്ടെ, പൊട്ടും വയ്യാണ്ട് നിൽക്കുകയാണ്. കണ്ടില്ല എൻ്റെ മുഖമൊക്കെ ക്ഷീണിച്ചും കണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് നമ്മളെ യൂട്യൂബ് ചാനലിൽ വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പ്രാങ്ക് ചെയ്തത്. ഈ വയ്യാത്തപ്പം പോലും നമ്മൾ ഇടാൻ കാരണം അതുകൊണ്ടാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നില്ല മോളെ? ഓളെ വിചാരേ പ്രാങ്ക് അത് എനിക്ക് തരാമെന്നായിരിക്കും. അപ്പോൾ ഗൈസ് ഇങ്ങനത്തെ പ്രാങ്ക് വീഡിയോ മോനെ വാതിലടിക്കല്ലേ, വെളിച്ചുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ പ്രാങ്ക് വീഡിയോ ഇനി നമ്മളെ പേജിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതലൊന്നും അധികം എടുക്കാൻ പറ്റില്ല, കാരണം തീരെ ആരോഗ്യപരമായിട്ട് വയ്യാത്തതുകൊണ്ടാണ്. പറ്റുന്നത് പോലെയൊക്കെ ഉള്ള വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ ഗൈസ് ബൈ.